Dear students, Plus 1 Computer Science Chapter 3 Components of the Computer System Part 4. In the previous classes we discussed about the computer component hardware. Today we are going to discussing about software. What is a software? Software is a general term used to denote the set of programs that help us to use the computer system and other electronic devices efficiently and effectively. നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ വേറൊരു ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യുന്ന ഒരു നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം written for a computer is called software. And there are two types of softwares, that are system software and application software. A system software means it is a set of one or more program designed to control the operations of a computer system. That is, system software is a software designed to control the operations of the computer system, and it provides an environment. It provides an environment for working of the application programs. The main components of the system software are operating system, language processor, utility software. Operating system, language processor and utility software. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ. എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതും സെറ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നെയാണ്. അതിന് മുമ്പായിട്ട് ഇതാ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസറിനും ഒരു ഇൻട്രാക്ഷനാണ് ഇവിടെ കാണിച്ചത്. യൂസർ അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയർസും യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇതിലുള്ളത്. യൂസർ നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടും ദെൻ അതിലൂടെ സോഫ്റ്റ്വെയർസിലേക്കും. ഹാർഡ്വെയറിൽ എന്തൊക്കെയാണുള്ളതെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ദ ഹാർഡ്വെയർ കമ്പോണൻസ് ആർ CPU, RAM and input output devices. And the next topic is operating system. Operating system is a set of programs that act as an interface between the hardware and the user. ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർഫേസ് ദാറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി ഹാർഡ്വെയർ ആൻഡ് യൂസർ. ആൻഡ് ദി പ്രൈമറി എയിം ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു ഹാർഡ്വെയർ ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ. ഹാർഡ്വെയർ ഒരു എഫിഷ്യൻറ്റ് വേയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രൈമറി എയിം. ദാറ്റ് ഈസ് ദി പ്രൈമറി എയിം ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു use the hardware in an efficient way, and operating system is a software that manages the hardware and its resources. ഹാർഡ്വെയർസും റിസോഴ്സസും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റിസോഴ്സ് മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്യുക. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ്? നമുക്ക് പ്രോസസ്സ് ചെയ്യണം, അതുപോലെ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യണം, ഓരോ ഫയൽസിലേക്ക് എന്തൊക്കെ സ്റ്റോർ ചെയ്യണം അതൊക്കെ മാനേജ് ചെയ്യണം. ആൻഡ് ദി ഡിവൈസ്, അതായത് ഹാർഡ്വെയർസൊക്കെ ആയാലും എല്ലാ ഡിവൈസസും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ദാറ്റ് ഈസ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ആൻഡ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? വിൻഡോസ്, ഡോസ്, ലിനക്സ്, യുണിക്സ്. നമുക്കിപ്പോൾ പഠിക്കാനുള്ളതൊക്കെ ലിനക്സ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ സ്കൂളിലൊക്കെ ആയാലും നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ പ്രോസസ് മാനേജ്മെൻറ്റ്, ദെൻ മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. നമുക്ക് ആദ്യം പ്രോസസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്. എ പ്രോസസ് ഈസ് എ പ്രോഗ്രാം ഇൻ ആൻ എക്സിക്യൂഷൻ. ഒരു എക്സിക്യൂഷൻ്റെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു പ്രോസസ്സാണ്. അപ്പോൾ പ്രോസസ്സ് എന്നുള്ളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ തന്നെയാണ്. ആൻഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ്സ്, ഡി അലോക്കേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ദി പ്രോസസ്സ്. ഒരു പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്, ആ ടൈമിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ചെയ്യും? ആ പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യും, ദെൻ അലോക്കേറ്റ് ആൻഡ് ഡി അലോക്കേറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ദി പ്രോസസ് മാനേജ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി മെമ്മറി മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ മെമ്മറി? നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് ആ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുക. ആ മെമ്മറിയിലുള്ളതൊക്കെ മാനേജ് ചെയ്യുന്നത്
it is a function of an operating system. That means memory management, allocation of the main memory and storage is done by the operating system. Main memory allocation and the storage is done by the operating system, and it also manage the free space. And the third function is file management. A file is a collection of related information. നമ്മൾ ഫയലും റെക്കോർഡൊക്കെ പറഞ്ഞതല്ലേ, എന്താ ഫയൽ എന്നുള്ളത്? കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. Collection of related information is known as a file, and operating system handles the activities such as organizing, naming, storing, retrieving, sharing, protection and recovery. ഈ എല്ലാ ആക്ടിവിറ്റീസും ഒരു ഫയലിൻ്റെ ഓർഗനൈസ് ചെയ്യാൻ, ആൻഡ് നെയിമിങ്, സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക ആൻഡ് റിക്കവറി. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും ഡാറ്റ ലോസ് ആയിട്ട് അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നതും എല്ലാം അതാണ് ഫയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ളത്. And the last one is device management. It manage devices connected to a computer. Operating system നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. സോ the important functions of operating system are process management, memory management, file management, and last one device management. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നെയാണ്. യൂസർ ആൻഡ് ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെയും ഇടയിലുള്ളൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇതാണ് നമ്മൾ പഠിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ ഒരു കമ്പോണൻറ്റ്. ആൻഡ് ദി നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് ലാംഗ്വേജ് പ്രൊസസ്സർ. ലാംഗ്വേജ് എന്നുള്ളത് എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ അല്ലേ? എന്തിനാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്? അതായത് കമ്പ്യൂട്ടറിന് അറിയുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് അത് കൺവേർട്ട് ചെയ്യണം. It is a program which converts source code into machine code. സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് എന്നുള്ളത്. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്: ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ മീൻസ് ദ ലാംഗ്വേജ് നോൺ ടു ദി കമ്പ്യൂട്ടർ, ദാറ്റ് ഈസ് മെഷീൻ ലാംഗ്വേജ്. ബട്ട് മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾസോ നോൺ ആസ് low level languages, and next languages high level languages. ഇനി മെഷീൻ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് നോൺ ടു ദി കമ്പ്യൂട്ടറിന് അറിയുന്നതാണ് മെഷീൻ ലാംഗ്വേജ് എന്നുള്ളത്. നമ്മൾ സെക്കൻഡ് ലെസൺ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കമ്പ്യൂട്ടർ നോസ് ഓൺലി മെഷീൻ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് യൂസ് ബൈനറി ഡിജിറ്റ്സ്. ബൈനറി ഡിജിറ്റ് മീൻസ് സീറോസ് ആൻഡ് വൺസ്. സീറോസും വൺസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ബൈനറി ഡിജിറ്റിൽ യൂസ് ചെയ്യുന്നത്. സോ ദി മെഷീൻ ലാംഗ്വേജ് യൂസസ് ഓൾ ദി ബൈനറി ഡിജിറ്റ്സ്. റൈറ്റിംഗ് ദി പ്രോഗ്രാംസ് ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടെയ്ൻ ദി എ നമ്പർ ഓഫ് സീറോസ് ആൻഡ് എ നമ്പർ ഓഫ് വൺസ്. സോ it is not possible to memorize a long string of zeros and ones for every instruction. ഇപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്നുള്ളത് ബൈനറി ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് യൂസ് ദ ലോങ് സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെമ്മറൈസ് ഫോർ എല്ലാ ഇൻസ്ട്രക്ഷൻസും സീറോസിൻ്റെയും വൺസിൻ്റെയൊക്കെ സ്ട്രിങ്സ് ആയിരിക്കും, ലോങ് സ്ട്രിങ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെമ്മറൈസ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ദി നെക്സ്റ്റ് ലാംഗ്വേജ് ഈസ് മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് യൂസസ് നെമോണിക്സ്. That means a symbolic name given to an operation. ഒരു സിംബോളിക് നെയിം ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒരു സിംബോളിക് നെയിം കൊടുക്കും. ഫോർ എക്സാമ്പിൾ അഡീഷൻ ചെയ്യുന്നതിനായിട്ട് ആഡ് എന്ന് കൊടുക്കും. അതുപോലെ ഫോർ സബ്ട്രാക്ഷൻ യൂസ് സബ്. ഇതുപോലുള്ള നെമോണിക്സ് ആയിരിക്കും അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ് ഇൻ അസംബ്ലി ലാംഗ്വേജ് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിൽ ലോങ് സ്ട്രിങ് ഓഫ് സീറോസ് ആൻഡ് വൺ. സോ കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്, assembly language is easy because of the use of mnemonics, and it is machine dependent and programmer require the knowledge of computer architecture. Assembly language easy ആണെങ്കിലും compared to machine language it is easy, but it is machine dependent and the programmer require the knowledge of a computer architecture. And the last language is high level language. അതാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്ന ലാംഗ്വേജിൽ C++ എന്നുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് അതർ എക്സാമ്പിൾസ് ആർ ബേസിക്, സി, ജാവ, എക്സെട്ര. ഇങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാൻ ലോ ലെവൽ ലാംഗ്വേജസ്. നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ്, അതായത് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ടു ദി കമ്പ്യൂട്ടർ. Compared to low level language, it is simple and understand, but it is not understandable to the computer.
and a program written in HLL is converted to its equivalent machine language, so it require a language translator, that is compiler or interpreter. നമ്മൾ പറഞ്ഞു മെഷീൻ കമ്പ്യൂട്ടർ നോസ് ഓൺലി മെഷീൻ ലാംഗ്വേജ്, അത് ലോ ലെവൽ ലാംഗ്വേജ് ആയി മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന C++ ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ഹ്യൂമൻ ബീങ്സ്, നമുക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ ഈസിയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദി കമ്പ്യൂട്ടർ. So we need a translator, language translator. We can language translator converts the high level language into its equivalent machine language by using the translators. എന്ത് ചെയ്യും, നമ്മൾ ഈ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഇക്വാലന്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സാണ് കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പ്രൊസസ്സർ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞത്, that converts source code into machine code, and there are two levels of language, that are low level language and high level language. Low level languages are machine language and assembly language, and high level language, then machine language എന്നുള്ളത് use only binary digits, and it is difficult to memorize a long strips of zeros and ones. And then assembly language, it is compared to machine language, it is easy, and it uses mnemonics. As for example, for addition we use add, for subtraction sub, like that. And it is machine dependent and programmer require knowledge of computer architecture. And the next language is high level language. It is simple to understand to the human being, and it is not understandable by the computer, because computer knows only machine language. So we need a language translator to convert the high level language into its equivalent machine language. And next topic is the types of language processor. നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ദി ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആർ assembler, compiler and interpreter. First is assembler. It is a software which converts assembly language into its machine language. Assembler എന്താ ചെയ്യുന്നത്, അസംബ്ലി ലാംഗ്വേജിനെ നമ്മൾ പറഞ്ഞ അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളത് യൂസിങ് ന്യൂമാനിക്സ്, ദാറ്റ് ഈസ് ഫോർ അഡീഷൻ, ആഡ്, സബ്ട്രാക്ഷൻ, സബ് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ചില ന്യൂമാനിക്സ് യൂസ് ചെയ്തിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് നമ്മൾ എഴുതാറുള്ളത്. ആ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അസംബ്ലർ. That is, assembler is a software which converts assembly language into its equivalent machine language. And next is interpreter. It is also a software which converts high level language into its machine language line by line. Line by line ആയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിനെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഇക്വാലന്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സിക്യൂട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം. ഒരു ടൈമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. ഇറ്റ് വിൽ കണ്ടിന്യൂ ദ ട്രാൻസ്ലേഷൻ ഓൺലി ആഫ്റ്റർ കറക്റ്റിംഗ് ദി എറർ. നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അതിൽ ലൈൻ ബൈ ലൈനായിട്ട് ആണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ മിസ്റ്റേക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ലൈനിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ബേസിക് ഈസ് ആൻ ഇൻറ്ററപ്റ്റഡ് ലാംഗ്വേജ്. ബേസിക് എന്നുള്ളതൊരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ ഇൻ്റർപ്രറ്റർ എന്നുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുക, ഇറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ഇറ്റ്സ് മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ, ആൻഡ് ഇറ്റ് ടേക്സ് എക്സിക്യൂട്ട് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം, ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ദി ട്രാൻസ്ലേഷൻ ഓൺലി ആഫ്റ്റർ ദി കറക്റ്റിംഗ് ദി എറേഴ്സ്. ഇപ്പോൾ നമുക്കൊരു 10 ലൈൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് ലൈനിലേക്ക് പോകുള്ളൂ. ഇഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് എനി എറർ, ദെൻ ദി ഇൻ്റർപ്രറ്റർ correct the errors in the first statement, then it will continue the translation of the next statement, and so on. And the next language processor is compiler. Compiler is also a software, and it is also convert high level language into its corresponding മെഷീൻ ലാംഗ്വേജ്. നമ്മൾ ഇൻ്റർപ്രറ്ററും കമ്പൈലറും സെയിം തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദി മെഷീൻ ലാംഗ്വേജ്. ബട്ട് ഇൻ്റർപ്രറ്റഡ് ലൈൻ ബൈ ലൈൻ ആണെങ്കിൽ കമ്പൈലറിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എൻ്റയർ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടായാലും അതിനങ്ങനെ ഒരു ലൈൻ ബൈ ലൈൻ എന്നുള്ളൊരു കണ്ടീഷൻ കമ്പൈലറിൽ വരുന്നില്ല. ആൻഡ് ദി കമ്പൈലർ ക്യാൻ ഡിറ്റക്ട് ദി സിൻടാക്സ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. സിൻടാക്സ് മീൻസ് ദി
grammar of a computer language is known as syntax. That means syntax error means grammatical errors. The compiler can detect the syntax error in a program, and the translation using a compiler is called compilation. Compiler use ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷനാണ് നമ്മൾ എന്ത് പറയുക, കമ്പൈലേഷൻ. സം ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ദാറ്റ് യൂസസ് കമ്പൈലർ ആർ സി, പാസ്കൽ. C++ എന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്ന ലാംഗ്വേജിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യൂസിങ് കമ്പൈലേഴ്സ് ആണ്. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു ഫിഗറിൽ ആദ്യം മെഷീൻ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് long string of zeros and ones. It is not possible to memorize the long string of zeros and one. Then it converts, and ഇവിടെ അസംബ്ലി ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. അസംബ്ലി ലാംഗ്വേജിൽ മൂവ് ലോഡ് ഇങ്ങനെയുള്ള ചില ന്യൂമാനിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ലോഡ് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കും. ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ. ബട്ട് ഫോർ അസംബ്ലി ലാംഗ്വേജസ് കൺവേർട്ടഡ് യൂസിങ് ദി അസംബ്ലർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇറ്റ് ഈസ് ദി ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ, അസംബ്ലർ, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. നെക്സ്റ്റ് ഈസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു പർട്ടിക്കുലർ ഇതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും ടാസ്കൊക്കെ പെർഫോം ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് യൂസ് ചെയ്യുക. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് അലോസ് എ യൂസർ ടു പെർഫോം മെയിൻ്റനൻസ് ടൈപ്പ് ടാസ്ക്. ഇറ്റ് ഹെൽപ്പ് ഇൻ ദി പെർഫോമൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ആൻഡ് സം ഓഫ് ദി കോമൺലി അവൈലബിൾ യൂട്ടിലിറ്റീസ് ആർ, ഫസ്റ്റ് വൺ കംപ്രഷൻ ടൂൾ. നമ്മളെല്ലാവരും കംപ്രസ് ചെയ്യാറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കംപ്രഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? വിൻസിപ്പ്, വിൻറാർ, 7-zip ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കംപ്രഷൻ ടൂൾസ്. ആൻഡ് ദിസ് യൂട്ടിലിറ്റി റിഡ്യൂസസ് ദി സൈസ് ഓഫ് എ ഫയൽ. ഒരു ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ. It rearrange the files on a computer, thereby increasing the access speed. By using disk defragmenter, we can arrange the files on a computer. So by rearrange the files, we can increase the access speed of the computer. And next is backup software. Backup means the copying a file. If we lost some file, we can back up the software. There are some backup file that it helps to preserve the data in case of hardware failure. In the case of hardware failure, we can preserve the data by using the backup software. And next is antivirus software. Antivirus software are used to detect and remove the computer viruses. നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ വൈറസസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും we use the antivirus software. And commonly used antivirus softwares are QuickHeal, Avast, Norton, Kaspersky എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Application software is a set of program designed for a particular task. It includes general purpose software packages and specific purpose software. General ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ ചില പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആൻഡ് ജിംബ്, പേറോൾ, എയർലൈൻ റിസർവേഷൻ ഇങ്ങനെയൊക്കെയുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഇനി ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഫസ്റ്റ് വൺ വേർഡ് പ്രൊസസ്സർ. വേർഡ് പ്രൊസസ്സർ ഇസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ഫോർ ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, പ്രിൻറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്. ഡോക്യുമെൻ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രൊസസ്സർ. എക്സാമ്പിൾ MS Word, OpenOffice Writer, Apple iWork Pages, etc. And next is spreadsheet. Tabular form ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യാൻ ആൻഡ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. ആൻഡ് ഇറ്റ് perform the calculations also. The spreadsheet is a software for analyzing and organizing data in a tabular form, and it can also be used to perform calculation. Example, MS Excel, Lotus 1, 2, 3, OpenOffice Calc, Apple iWork Numbers, etc. And next is presentation software. Slide by slide ആയിട്ട്
ഒരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ്. എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ. എക്സാമ്പിൾ MS PowerPoint, OpenOffice Impress, Apple iWork, Keynote, etc. And next is database software. Database എന്നുള്ളത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മുടെ ഈ കളക്ട് ചെയ്ത ഡാറ്റകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പഠിക്കും. നമ്മൾ നെക്സ്റ്റ് ഇയർ അത് പഠിക്കുന്നുണ്ട്. +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് അതൊക്കെ. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് എനേബിൾസ് ടു ക്രിയേറ്റ് ആക്സസ് എ ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ആൻഡ് എക്സാമ്പിൾസ് ആർ മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ, MySQL, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരിക. ആൻഡ് നെക്സ്റ്റ് ഈസ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്തിനാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണല്ലോ അല്ലേ? മൊബൈൽസിലൊക്കെ എന്തിനാണ് ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അതിൻ്റെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ദി എക്സാമ്പിൾസ് ആർ VLC പ്ലെയർ, KM പ്ലെയർ, അഡോബ് ഫ്ലാഷ്, റിയൽ പ്ലെയർ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഒരു പർട്ടിക്കുലർ ജോബ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ആൻഡ് they are called tailor-made software to satisfy the needs of an organization or institution. Tailor-made software എന്നും കൂടെ പറയാറുണ്ട് because it satisfies the needs and of an organization or institution. And next is application software examples. പേറോൾ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു പേറോൾ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ്? പേറോൾ സിസ്റ്റം എന്താ മാനേജ് ചെയ്യുന്നത്? ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചെയ്യുന്നത് പേറോൾ സിസ്റ്റത്തിൽ. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ്. നെക്സ്റ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് ഇൻവെൻട്രി ലെവൽസ് അല്ലെങ്കിൽ ഓർഡർ, സെയിൽസ്, ഡെലിവറീസോ ഒരു ബിസിനസ് പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ദി ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആൻഡ് ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമ്മൾ പേ ചെയ്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടും നമ്മൾ കുറേ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫ്രീലി, കോപ്പി, മോഡിഫൈ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പി ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന സോഫ്റ്റ്വെയർസാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് software. Free Software Foundation defines a for freedom for free and open source software. FSF എന്നുള്ള ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ ഫ്രീ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനായിട്ട് 4 ഫ്രീഡംസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി 4 freedoms for free and open source software defined by the FSF? അപ്പോൾ നമുക്ക് 4 എണ്ണാണുള്ളത്. അതിൽ ഫ്രീഡം 0 എന്താണെന്ന് നോക്കാം. ഫ്രീഡം 0 defines the free to run the program as you wish for any purpose. ഏത് പർപ്പസിനായിട്ട് വേണമെങ്കിലും നമുക്ക് ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഫ്രീഡമാണ് ഫ്രീഡം 0. ആൻഡ് നെക്സ്റ്റ് ഈസ് freedom to study the program's works and it to your needs. നമുക്ക് how the program works എന്നുള്ളത്, എങ്ങനെയാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഫ്രീഡം ടു സ്റ്റഡി how the program works. പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് പഠിക്കാനുള്ളത് നമുക്ക് ഫ്രീഡം 1 തരുന്നുണ്ട്. ആൻഡ് ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദി കോപ്പീസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദി കോപ്പീസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. ആൻഡ് ഫ്രീഡം 3 നമ്മൾ വി ക്യാൻ ഇംപ്രൂവ് ദി പ്രോഗ്രാംസ് ആസ് നമ്മുടെ കുറേ നീഡ്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിന്, ആ സോഫ്റ്റ്വെയറിന് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വി ക്യാൻ റിലീസ് ടു അതേഴ്സ്. നമുക്ക് പബ്ലിക്കിന് നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെ 4 ഫ്രീഡമാണുള്ളത്. ഫ്രീഡം 0 ഫോർ ഫ്രീഡം ടു റൺ ദി പ്രോഗ്രാം, ഫ്രീഡം 1 ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദി പ്രോഗ്രാം വർക്ക്സ്, ആൻഡ് ഫ്രീഡം ടു
distribute the copies, and freedom 3, freedom to improve the predefined program and release to others. Example, GNU Linux, GIMP, Mozilla Firefox, open source .org. ഇതൊക്കെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട്. നെക്സ്റ്റ്, freeware and shareware. A freeware is a software that are available for use free of charge for an unlimited period. ചില സോഫ്റ്റ്വെയർസ് നമ്മൾ ആപ്പിൽ വെബ്സൈറ്റിലൊക്കെ കാണാറുണ്ട്, ഒരു പീരീഡ് തന്നിട്ടുണ്ടാവും ഫോർ ട്രയൽ പീരീഡ് 30 ഡേയ്സ് അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് 7 ഡേയ്സ് 14 ഡേയ്സ്. അങ്ങനെയുള്ള ചില സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്ത് പറയാം? ദ ഫ്രീവെയർ സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് മീൻസ് ദ ഫ്രീവെയർ ഈസ് എ സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ യൂസ് ഫ്രീ ഓഫ് ചാർജ് ഫോർ ആൻ അൺലിമിറ്റഡ് പീരീഡ് ആയിട്ട് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് പീരീഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീവെയർ സോഫ്റ്റ്വെയർസ് എന്ന് നമ്മൾ പറയുക. ആൻഡ് ഷെയർവെയർ എന്നുള്ളത് എന്താണ്? ഷെയർവെയർ ഈസ് എ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ട്രയൽ ബേസിസ്. ഷെയർവെയർ ആണ് ലിമിറ്റഡ് പീരീഡിൽ 30 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് 14 ഡേയ്സ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഷെയർവെയർ സോഫ്റ്റ്വെയർസും. ആൻഡ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്രീ ഓഫ് ചാർജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർസ്. ആൻഡ് ഷെയർവെയർ സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ നോൺ ആസ് trialware softwares, and there is a comparison study for freeware and shareware. Freeware software refers to the software that anyone can download from the internet by and use for free, but shareware gives user a chance to try a software before buying it. That is നമുക്കൊരു ട്രയൽ പോലെയാണ് ഷെയർവെയറിൽ. ആൻഡ് ഓൾ ഫീച്ചേഴ്സ് ആർ ഫ്രീ ഫോർ ഫ്രീവെയർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഷെയർവെയർ all features are not available. To use all the free features for the software, we can buy the or purchase the shareware softwares. And in the freeware, the program can be distributed free of cost, but in the case of shareware, we may or may not be distributed freely. In many cases, others' permission is needed to distribute the shareware. And next is proprietary software. A proprietary software is a software owned by an individual or company, and its source code is always keep secret and cannot be copied or distributed. It is also called closed source software. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ അവരുടെ ഓൺ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് യൂസ് സോഴ്സ് കോഡും അവരെല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സീക്രട്ട് ആയിരിക്കും. ആൻഡ് വി cannot copy or distribute that software, and it is also called closed source software. And the next topic is humanware or liveware. Humanware or liveware refers to human who use computers യൂസ് ചെയ്യുന്ന ഹ്യൂമൻസിനെയാണ് എന്ത് പറയുക? ഹ്യൂമൻ വെയർ ഓർ ലൈവെയർ. പക്ഷെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരേ പർപ്പസിന് വേണ്ടിയിട്ടല്ല, പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലവരും യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ്, ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് ആൻഡ് അതർ പേഴ്സണൽ വർക്കിംഗ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം, ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറയാറ്. That is, it refers to the people who uses computer. For example, programmers, system analyst, operating staff and other personnel working in a computer system, and they are also called skinware or peopleware. And ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഓഫ് കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ വെയേഴ്സും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. വാട്ട് ഈസ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ who upkeep configuration and reliable operation of the computer system, especially multi-user computers such as servers. ഇതൊക്കെ അപ്കീപ്പ് ചെയ്യുന്ന കോൺഫിഗറേഷനും എല്ലാം ചെയ്യുന്നത് ഒരു സർവീസിനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് സിസ്റ്റം മാനേജേഴ്സ്. System manager ensure optimal level of customer services and maintain expertise in all business unit system and develop professional relationship with all vendors and contractors. എല്ലാ വെൻഡേഴ്സും കോൺട്രാക്ടേഴ്സും ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ദി കസ്റ്റമർ സർവീസസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? സിസ്റ്റം മാനേജേഴ്സ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് സിസ്റ്റം അനലിസ്റ്റ്
design new IT solution to improve business efficiency and productivity. ഒരു IT സൊല്യൂഷൻ, ഒരു പുതിയ IT സൊല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ ഓൾറെഡി ഉള്ളതിനെ ഇമ്പ്രൂവ്, ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടാനായിട്ട് എല്ലാമുള്ള IT സൊല്യൂഷൻസ് ഒക്കെ, പുതിയ IT സൊല്യൂഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് സിസ്റ്റം അനലിസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റകളെ ക്രിയേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് who design either the hardware or software or a computer system is known as computer engineer. And next is computer program, writing the code that computers read in order to operate properly. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു കോഡ് റൈറ്റ് ചെയ്യുന്ന ആളാണ്. കമ്പ്യൂട്ടേഴ്സിനെ റീഡ് ചെയ്യാൻ, റൈറ്റ് ഓപ്പറേഷൻ പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യൂസ് ചെയ്ത് കോഡ് എഴുതുന്ന ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്. ഓവർസീ ദ റണ്ണിങ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എൻഷുർ ദാറ്റ് ദ മെഷീൻസ് ആർ റണ്ണിങ് ഫിസിക്കലി സെക്യൂർഡ് ആൻഡ് ഫ്രീ ഓഫ് എനി ബഗ്സ്. ഒരു എറേഴ്സ് ഒന്നുമില്ലാതെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിനൊക്കെ ആയിട്ട് അത് റൺ ചെയ്യുന്ന ഒരാളായിരിക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? സോഫ്റ്റ്വെയർസ് എന്താണെന്ന് നോക്കി. ദർ ആർ 2 types of softwares, system software and application software. In system software we discussed the components, operating system, language processor and utility software. And in operating system, the 4 functions of operating system are process management, memory management, file management and device management. And in language processor there are languages, machine language, assembly language and high level language. To translate high level language into machine language, we discussed about the language processes, assembler, interpreter and compiler, and then utility softwares. Then we discussed about the application software, general purpose software and special purpose software, and also free and open source software. Then we discussed freeware and shareware, then proprietary software and also the humanware or liveware. Hope all these topics are clear to you. Thank you, students.